നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അമേരിക്കക്കായും ഒത്തിരി അങ്ങ് കൂടിയേക്കാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര അധികം ഡ്രഗ്സ് വ്യാപിക്കാനുള്ളൊരു കാരണമായിട്ട് തോന്നിയേക്കുന്നത്? അത് ഈ പറയുന്ന പോലെ എൻ്റെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ അമേരിക്കയേക്കാൾ ഭയാനകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ അറിയുന്നതും അവിടുന്ന് ഡ്രഗ്സ് പിടിക്കുന്നതും. കാരണം അതിന് ഇത്ര സുലഭമായി കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരിൽ എത്തിപ്പെടുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. എങ്ങനെ എവിടുന്ന് ഇത് വരുന്നു, എങ്ങനെ ഇത് കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൗവനക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം ഇത് പാർട്ടി ഡ്രഗ്സ്, എക്സസി നമ്മളിവിടെ പറയുന്നു, അവിടെ MDMA എന്ന് പറയുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എനർജി, അവർക്ക് പാർട്ടി എന്നുള്ളൊരു പണ്ടില്ലാത്തൊരു കൾച്ചറാണ് ഈ പാർട്ടി കൾച്ചർ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ ഇന്ന് ഏത് മുക്കിലും മൂലയിലും ഏതൊരു ബാറിലും എല്ലായിടത്തും പാർട്ടിക്ക് വേണ്ടിയുള്ള സെറ്റപ്പ്. അപ്പോൾ പാർട്ടിയിൽ ഇത് സുലഭമായ ആൾക്കിലേക്ക് കിട്ടിത്തുടങ്ങുന്നു. അങ്ങനെ അഡിക്ഷനായി കഴിഞ്ഞാൽ ഇവരതിൻ്റെ ഉറവിടം തേടി ഇപ്പം കൊച്ചി തുടങ്ങിയ എല്ലാ എറണാകുളം ഇവിടെ എല്ലാം കിട്ടാൻ ഇങ്ങനെ അവൈലബിലിറ്റി കൂടി. ഇന്ന് മറ്റ് പണ്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആരെങ്കിലും ഒളിച്ചും പാത്തും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് എല്ലാ പാർട്ടിയിലും അവൈലബിളായി മാറി. അങ്ങനെ കിട്ടിത്തുടങ്ങിയപ്പോൾ അത് ഒരാൾ ട്രൈ ചെയ്താൽ പറയും എനിക്കിന്ന് എനർജി കിട്ടി, അല്ലെങ്കിൽ ഇത് നീ ഇവിടെ ട്രൈ ചെയ്യണം, നല്ല രസമാണ് എന്നുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കണം ഇന്ന് നമ്മുടെ ഈ യൗവന തലമുറയെ ഈ പാർട്ടിയിൽ ഡ്രഗ്സിലേക്ക് കൂടുതൽ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്.